നമസ്കാരം, മഴനോട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാനമന്ത്രി മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. എറണാകുളം ജില്ലയിൽ പോളിംഗ് ശതമാനം ഉയർത്താൻ ഊർജിത നീക്കം. വോട്ടർമാർക്ക് ജില്ലാ കളക്ടർ സ്വന്തം കൈപ്പടയിൽ കത്തയക്കുന്നു. ഹൈടെക് പ്രചാരണവും സജീവമായി. ഉമ്മൻചാണ്ടി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കോടിയേരി ബാലകൃഷ്ണൻ. കഴിഞ്ഞ 5 വർഷവും കേരളം ഭരിച്ചത് കള്ളന്മാർ. വിലക്കയറ്റം തടയുന്നതിൽ സർക്കാർ പരാജയമെന്നും കോടിയേരി. എറണാകുളം ജില്ലയിലെ പിറവം മണ്ഡലത്തിൽ പോരാട്ടം കനത്തു. 2ാം ജയം ലക്ഷ്യമിട്ട് അനൂപ് ജേക്കബ്. പ്രാദേശിക പിന്തുണ കരുത്താകുമെന്ന് MJ ജേക്കബ്. കുന്നംകുളം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയമായി മാവൂർ റയോൺസ്. വികസനം കൊണ്ടുവരുന്നതിൽ സിറ്റിംഗ് MLA പരാജയമെന്ന് LDF. വോട്ട് പരിസ്ഥിതി സൗഹൃദ വികസനം ഉറപ്പുവരുത്തുന്നവർക്കെന്ന് നാട്ടുകാർ. തെരഞ്ഞെടുപ്പ് കാലത്ത് വിഷു ദിവസവും സ്ഥാനാർത്ഥികൾക്ക് തിരക്ക് തന്നെയാണ്. കൊച്ചി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഡൊമിനിക് പ്രസന്റേഷനും LDF സ്ഥാനാർത്ഥി KJ മാക്സിയും വിഷുദിനത്തിൽ റിപ്പോർട്ടർ പ്രതിനിധി സഹിൻ ആന്റണിയുമായി നടത്തിയ സംഭാഷണത്തിലേക്കാണ് ആദ്യം. തെരഞ്ഞെടുപ്പ് പ്രചരണം ഈ കനത്ത ചൂടിലും അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ന് വിഷുദിനമാണ്. വിഷുദിനമായതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെല്ലാം വലിയ തിരക്കിലുമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഡൊമിനിക് പ്രസന്റേഷനോടൊപ്പമാണ്. അദ്ദേഹത്തിന് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് ഇത്തവണ മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷയാണോ UDFനുള്ളത്? തീർച്ചയായിട്ടും. പക്ഷേ UDFിൻ്റെ ജില്ലയിൽ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലങ്ങളൊന്ന് കൊച്ചിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചത് 16,600 വോട്ടിനാണ്. പിന്നീട് വന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോമസ് മാഷക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടി. ഇവിടെ 20,000 വോട്ട് ഭൂരിപക്ഷം കിട്ടി. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നത് സഭയുടെ ഒരു പ്രശ്നമാണ്. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലം തന്നെയാണ് കൊച്ചി. അത് നമ്മൾക്കാർക്കും നിഷേധിക്കാൻ കഴിയില്ല. ലത്തീൻ സഭയുടെ പിതാവ് ബിഷപ്പ് അദ്ദേഹം തന്നെ ഡൊമിനിക് പ്രസന്റേഷനെ എതിർക്കുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. പലപ്പോഴും പല ഘട്ടങ്ങളിലും അദ്ദേഹം പറയുന്നുണ്ട് തുടക്കക്കാർക്ക് അവസരം കൊടുക്കണം എന്ന് അദ്ദേഹം തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡൊമിനിക് പ്രസന്റേഷൻ ഒരു വെല്ലുവിളിയല്ലേ? അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു എന്നോട് നെഗറ്റീവ് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് ചില സ്വതന്ത്ര അഭിപ്രായങ്ങളുണ്ട്. അത് അദ്ദേഹം പറയാറുണ്ട്. അതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഒരിക്കലും സഭ എനിക്കെതിരാണെന്ന വിശ്വാസം എനിക്കില്ല. പ്രത്യേകിച്ച് പിതാവുമായിട്ട് എനിക്ക് ആത്മബന്ധമുള്ള ആളാണ്. കൊച്ചി മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി KJ മാക്സിയാണ് നമ്മോടൊപ്പം ഉള്ളത്. വിഷു ആയിട്ട് പോലും അദ്ദേഹം ഇന്ന് വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെയായിരുന്നു. എങ്ങനെയാണ്, വലിയ വിജയപ്രതീക്ഷ തന്നെയാണോ ഇത്തവണയുള്ളത്? വിജയപ്രതീക്ഷ ഇത്തവണയുള്ളത്. എന്താണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ഒരു മുദ്രാവാക്യം, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കൊച്ചി ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നുള്ള അതിന് എന്താണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ? ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ കൊച്ചി മണ്ഡലത്തിൻ്റെ മുൻകാലങ്ങളിൽ ഭരിച്ചിട്ടുള്ള UDF MLAമാരുടെ വികസനത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് ജനങ്ങളോട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വിഷുവായിട്ട് കണ്ണമാലി ഭാഗത്താണ് ഞാൻ വീട്ടിറങ്ങാൻ പോയത്. അങ്ങനെ വീട്ടിറങ്ങാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു പ്രായമായവരമ്മ പറയുകയാണ്, വിഷുവില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചപ്പോൾ പറയുകയാണ്, പെൻഷൻ കിട്ടിയിട്ട് മാസങ്ങളായി. പ്രായമായവർക്കുള്ള പെൻഷൻ കാര്യങ്ങളോടും ഈ UDF ഗവൺമെൻറ്റിന് കൃത്യമായി കൊടുക്കാൻ കഴിയുന്നില്ല. എന്തായാലും വലിയ ഒരു വിജയപ്രതീക്ഷ തന്നെയാണ് LDFും UDFും ഒരേപോലെ വെച്ചു പുലർത്തുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊച്ചിയിൽ നിർണായകമാകുമെന്ന് തന്നെ നമ്മൾക്ക് ഇപ്പോൾ പറയാൻ കഴിയും. തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിലെ കുട്ടികൾക്കൊപ്പം വിഷു ആഘോഷിച്ച തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ശ്രീശാന്തും ഭാര്യയും പ്രചാരണത്തിന് ഇടവേള നൽകിയാണ് ഇരുവരും ശ്രീചിത്ര ഹോമിൽ എത്തിയത്. ശിശുക്ഷേമ സമിതിയിലെ കുട്ടികൾക്കൊപ്പമായിരുന്നു കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രന്റെ വിഷു ആഘോഷം. ഭാര്യ ഭുവനേശ്വരി കുമാരിക്കും BJP പ്രവർത്തകർക്കുമൊപ്പമാണ് ശ്രീശാന്ത് വിഷു ആഘോഷങ്ങൾക്ക് മണ്ഡലത്തിലെ ശ്രീചിത്ര ഹോമിലെത്തിയത്. ക്രിക്കറ്റ് താരത്തെ അടുത്ത് കണ്ടപ്പോൾ ശ്രീചിത്ര ഹോമിലെ കുട്ടികൾക്ക് ഈ വിഷു ഇരട്ടി മധുരമായി. കുട്ടികളോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അവർക്കൊപ്പം ഇരുന്ന് വിഷുസദ്യ. പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച പ്രതികരണമാണ് മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്നതെന്ന് ശ്രീശാന്ത് പറഞ്ഞു. തവണ ഓർഫനേജ് അല്ലെങ്കിൽ ഒരു തവണ ഓൾഡ് ഏജ് ഹോംസിലേക്കായിരുന്നു. അപ്പം തിരുവനന്തപുരത്ത് വന്നിട്ട് ഇത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം വളരെ സന്തോഷമുണ്ട്. എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തോടുകൂടി വിഷു ആഘോഷിക്കുന്നു. അവരുടെ ഒപ്പം ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെയധികം എനിക്ക് തോന്നുന്നു ദേവാനഗരം ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ ഒപ്പം അതും എനിക്ക് തോന്നുന്നു വളരെ നന്ദിയുണ്ട്. കീ വോട്ടേഴ്സിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം തീർച്ചയായിട്ടും നല്ലോണം പ്രചരണം, നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഇതുവരെ പ്രചരണ രംഗത്ത് സജീവമാകാൻ സാധിച്ചില്ലെന്ന് ഭാര്യ ഭുവനേശ്വരി കുമാരി. I haven't been for the campaigning so far. I just went for the Karyalaya inauguration, so I have not so far experienced the campaigning. So I don't know what to say about it. Happy Vishu Chaitri. അതേസമയം ശിശുക്ഷേമ സമിതിയിലെ കുട്ടികൾക്കൊപ്പമായിരുന്നു കഴക്കൂട്ടത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രന്റെ വിഷു ആഘോഷങ്ങൾ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.
ഇടതു വലത് മുന്നണികളെ ഒരുപോലെ വിമർശിച്ച് ബി.ജെ.പി. സ്ഥാനാർത്ഥി പി കെ കൃഷ്ണദാസിന്റെ പദയാത്ര ആരംഭിച്ചു. വിഷുദിനത്തിൽ മണ്ഡലത്തിലെ വോട്ടർമാരിൽ നിന്ന് ഓരോ രൂപ വീതം കൈനീട്ടം വാങ്ങിയാണ് പി കെ കൃഷ്ണദാസ് കെട്ടിവെക്കാനുള്ള തുക സ്വരൂപിച്ചത്. കാട്ടാക്കടയിൽ എൻ ശക്തന്റെ വിജയരഥം പിടിച്ചു നിർത്താനുള്ള തീവ്ര പ്രചരണത്തിലാണ് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷനും സ്ഥാനാർത്ഥിയുമായ പി കെ കൃഷ്ണദാസ്. യു.ഡി.എഫിന്റെ ജനവഞ്ചനയ്ക്കെതിരെയും സി.പി.എമ്മിന്റെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനെതിരെയും കൃഷ്ണദാസ് മണ്ഡലത്തിൽ വികസന സന്ദേശയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഈ എൻ്റെ കാട്ടാക്കടയുടെ വികസനത്തിന് വേണ്ടി എന്തെല്ലാം ആവശ്യമുണ്ട് എന്ന് ജനങ്ങൾക്കറിയാം. അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പരിവർത്തനം ഈ നിയോജക മണ്ഡലത്തിൽ കേരളത്തിൽ മൊത്തം ഉണ്ടാകാൻ പോകുന്നു. അതേ രീതിയിലൊരു രാഷ്ട്രീയ മാറ്റവും പരിവർത്തനവും ഈ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മത്സരത്തിനായി കെട്ടിവെക്കാനുള്ള തുക വിഷുദിനത്തിൽ വോട്ടർമാരിൽ നിന്ന് തന്നെ പിരിച്ചെടുക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി. ഞങ്ങൾ പ്രവർത്തകന്മാർ 1 രൂപ നാണയം, 2 രൂപ, 5 രൂപ ഇങ്ങനെ വിഷു കൈനീട്ടം സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് കെട്ടിവെക്കാനുള്ള തുക അവർ ശേഖരിക്കുന്നത്. മണ്ഡലത്തിലെ മാറനല്ലൂർ, വിളവൂർക്കൽ പഞ്ചായത്തുകൾ ബി.ജെ.പിയാണ് ഭരിക്കുന്നത്. ബി.ഡി.ജെ.എസിന്റെ രംഗപ്രവേശനം എൻ.ഡി.എയെ കൂടുതൽ ശക്തിപ്പെടുത്തിയെന്ന് ഇവർ വിശ്വസിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം മുതൽക്കൂട്ടാക്കി ഇടതു വലത് മുന്നണികളോട് മാറ്റുരയ്ക്കാൻ ബി.ജെ.പി. സജീവമായതോടെ കാട്ടാക്കടയിലെ പ്രചരണ രംഗം ചൂടുപിടിക്കുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. എറണാകുളം ജില്ലയിലെ പോളിംഗ് ശതമാനം 90 ഉയർത്താനുള്ള പരിശ്രമത്തിലാണ് ജില്ലാ ഭരണകൂടം. വോട്ടുവണ്ടി ഉൾപ്പെടെയുള്ള ഹൈടെക് പ്രചാരണങ്ങൾ മുന്നേറുമ്പോൾ പുതിയ തലമുറയെ പോളിംഗ് ബൂത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ജീവനക്കാർ. ഇതിനായി സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കിയ കത്തുകളാണ് കളക്ടർ അയക്കുന്നത്. 100% സാക്ഷരതയോടെ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തിനും മാതൃകയാണ് കേരളം. രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. എന്നാൽ പോളിംഗ് ശതമാനത്തിൽ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തിന്റെയും ശരാശരിക്ക് തുല്യമായത് തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണെന്ന് എറണാകുളം ജില്ലാ കളക്ടർ എം.ജി. രാജമാണിക്യം പറഞ്ഞു. ഇതിനൊരു മാറ്റം വരുത്തുവാനുള്ള പരിശ്രമത്തിലാണ് കളക്ടർ. വോട്ട് വണ്ടി അടക്കമുള്ള പ്രചാരണ പരിപാടികളുമായി ജില്ലാ ഭരണകൂടം രംഗത്തുള്ളപ്പോൾ തന്നെ സ്വന്തം നിലയിൽ വ്യത്യസ്തമായ വഴികൾ തേടുകയാണ് കളക്ടർ. പുതുതലമുറയെ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി ബോധവൽക്കരിക്കാനും സ്നേഹത്തോടെ പോളിംഗ് ബൂത്തുകളിലേക്ക് ക്ഷണിക്കാനും കത്തയക്കുകയാണ് ജില്ലാ കളക്ടർ. ഇപ്പോഴുള്ള ഇപ്പോൾ കന്നി വോട്ടറായിട്ട് വരാൻ പോകുന്ന 18-19 വയസ്സുള്ള ഒരാൾക്കും ഒരു 90% ആൾക്കാർക്കും ജീവിതത്തിൽ ഒരു കടലാസ് ആരും എഴുതി കാണുന്നത് ഞാൻ നേരിട്ട് കൈകൊണ്ട് തന്നെ 57,400 ഇത് ഉണ്ട്, ലെറ്റേഴ്സ് ഉണ്ട്. നേരിട്ട് തന്നെ ഒപ്പിടാൻ തീരുമാനിച്ച്. സോ ദാറ്റ് ആ ഒരു പേഴ്സണൽ ഒരു ടച്ച് ആ ലെറ്ററിൽ ഉണ്ടാകും. അത് അവർക്ക് ഒരു പ്രചോദനമാകുന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ജില്ലയിലെ 57,400 വോട്ടർമാരെ തേടി 2 ആഴ്ചയ്ക്കകം ഈ ക്ഷണക്കത്ത് വീടുകളിലെത്തും. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുവാനുള്ള ഏറ്റവും വലിയ വഴി തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാവുകയാണെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. റിപ്പോർട്ടർ, കൊച്ചി. വിമതന്മാരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും നിർണായകമായ കൊച്ചി മണ്ഡലത്തിൽ പോരാട്ടം കനക്കുകയാണ്. LDF, UDF സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലത്തിൽ നിഷ്പക്ഷ വോട്ടുകൾ ഇത്തവണ നിർണായകമാകും. പഴയ മട്ടാഞ്ചേരി മണ്ഡലവും പള്ളൂരുത്തി മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന കുമ്പളങ്ങി, ചെല്ലാനം പഞ്ചായത്തുകളും കൂട്ടിച്ചേർത്താണ് 2011 കൊച്ചി നിയോജക മണ്ഡലം രൂപീകരിക്കുന്നത്. രാഷ്ട്രീയ സാമുദായിക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊച്ചിയെ UDF അനുകൂല മണ്ഡലമായി വിലയിരുത്തുന്നു. എന്നാൽ ഇത്തവണ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കാതെ ഡൊമിനിക് പ്രസന്റേഷൻ തന്നെ UDF സ്ഥാനാർത്ഥിയായതോടെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വിഭാഗം എതിർപ്പുമായി രംഗത്തെത്തി. കൂടാതെ കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിലും ഡൊമിനിക്കിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തു. ചെല്ലാനം മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന ലീനസ് വിമത സ്ഥാനാർത്ഥിയായി രംഗത്തുമെത്തി. എന്നാൽ എല്ലാ എതിർപ്പുകളും മറികടന്ന് വിജയം സ്വന്തമാക്കുമെന്ന് ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞു. പുതിയ കൊച്ചിയിലെ ബഹുഭൂരിപക്ഷം പേർക്കും ഞാൻ 2ാം ഊഴത്തിൻ്റെ ആളാണ്. 4ാം ഊഴമല്ല, 5ാം ഊഴമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായി ആത്മവിശ്വാസത്തോടെ കൊച്ചിയിലെ ജനങ്ങളെ എനിക്ക് ഫേസ് ചെയ്യാൻ കഴിയും. LDF സ്ഥാനാർത്ഥി KJ മാക്സി മണ്ഡലം ഇത്തവണ ഇടതിനൊപ്പം നിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിൽ കടുത്ത VS പക്ഷക്കാരനായിരുന്ന KJ മാക്സി തിരഞ്ഞെടുപ്പെടുത്തതോടെ പിണറായി പക്ഷത്തേക്ക് കൂറുമാറിയത് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പിന് ഇടയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എനിക്ക് വോട്ട് ചെയ്യുമെന്നാണ് സ്ത്രീകൾ ഉൾപ്പെടെ പറയുന്നത്. ചുംബന സമര സംഘാടകരിൽ ഒരാളായ രജനീഷ് ബാബു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ സജീവമാണ്. വിമതന്മാരും സ്വതന്ത്രരും ഇരുമുന്നണികൾക്കും ഒരുപോലെ വെല്ലുവിളിയാകുമ്പോൾ കൊച്ചി ഇത്തവണ ശക്തമായ പോരാട്ടത്തിലായിരിക്കും വഴിമാറുക. ഷഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. കള്ളന്മാരുടെ ഭരണമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ ഉണ്ടായിരുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വിലക്കയറ്റം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും കോടിയേരി പറഞ്ഞു. LDFന്റെ പാറശാല മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോടിയേരി. കള്ളന്മാരുടെ ഭരണമാണ് കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായിരുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അവസാന മന്ത്രിസഭായോഗം കേരളം മുഴുവൻ കുത്തകകൾക്ക് പതിച്ചു നൽകുകയാണ് ചെയ്തതെന്നും
കോടിയേരി ആരോപിച്ചു. സുധീരൻ വെട്ടിയ ആളാണ് പാറശാലയിലെ UDF സ്ഥാനാർത്ഥിയെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. ഇപ്പോൾ പാറശാലയിൽ കോൺഗ്രസ് ടിക്കറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് സുധീരൻ പറഞ്ഞില്ലേ? എന്തുകൊണ്ട് പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു ആരോപണ വിധേയരായവർക്ക് ടിക്കറ്റ് കൊടുക്കാൻ പാടില്ല. ജോർജിന്റെ പേരിൽ എന്താ ആരോപണം? നിയമസഭയിൽ ഒരു പിടുത്തം നടന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ പിടുത്തത്തിൽ 1-ാം നമ്പർ സ്ഥാനമല്ലേ നിങ്ങളുടെ MLAക്ക് കിട്ടിയത്? കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഗണ്യമായി വർദ്ധിച്ചു. LDF ഭരിച്ച കാലത്ത് വിലക്കയറ്റം ഉണ്ടായിരുന്നില്ലെന്നും കോടിയേരി പറഞ്ഞു. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന്റെ ഒരു മാസം മുമ്പ് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് 3 യോഗങ്ങളിൽ വെച്ച് 822 തീരുമാനമെടുത്തു സർക്കാർ. അതിൽ 8 തീരുമാനം വഴി കേരളത്തിന്റെ വിലപ്പെട്ട സമ്പത്ത്, പ്രകൃതി വിഭവം 2800 ഏക്കർ ഭൂമി കോർപ്പറേറ്റുകൾക്ക്, റിയൽ എസ്റ്റേറ്റുകാർക്ക് പതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. 2800 ഏക്കർ കാടും മലയും വയലും തോടും ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ഇങ്ങനെ പതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ഉൾപ്പെടെയുള്ള CPIM നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. അടച്ചുപൂട്ടി കാടുമൂടി കിടക്കുന്ന മാവൂർ ഗോളിയോ റയോൺസ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ചൂടേറിയ വികസന പ്രശ്നമാണ്. കുന്നമംഗലം മണ്ഡലത്തിൽപ്പെട്ട മാവൂരിലെ 400 ഏക്കർ സ്ഥലത്ത് പുതിയ സംരംഭം കൊണ്ടുവരാൻ ഇവിടുത്തെ ജനപ്രതിനിധി ഒന്നും ചെയ്തില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. പരിസ്ഥിതി സൗഹൃദ വികസനം ഉറപ്പുവരുത്തുന്നവർക്ക് ഇത്തവണ വോട്ട് നൽകുമെന്നും നാട്ടുകാർ പറയും. പോയ കാലത്തെ ഒരു പ്രദേശത്തിന്റെ ഓർമ്മകളുടെ ബാക്കി പത്രമാണിത്. ആയിരങ്ങൾ ഉപജീവനം കണ്ടെത്തിയ കെട്ടിടങ്ങൾ ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. 1960-ലാണ് മാവൂർ ഗോളിയോ റയോൺസ് പ്രവർത്തനം ആരംഭിച്ചത്. തൊഴിൽ പ്രശ്നങ്ങളും പരിസ്ഥിതി മലിനീകരണവും ചൂണ്ടിക്കാട്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ 2001 ജൂലൈ 7-ന് ഫാക്ടറി പൂർണ്ണമായും അടച്ചുപൂട്ടി. പിന്നീട് അങ്ങോട്ട് ഓരോ സർക്കാരുകളും വിവിധ പദ്ധതി പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും ഒന്നും യാഥാർത്ഥ്യമായില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും കുന്നമംഗലം മണ്ഡലത്തിലെ സജീവ ചർച്ചയാണ് ഗോളിയോ റയോൺസ്. ഗവൺമെന്റ് ഈ ഒരു ബെർള കൊണ്ടുവരുന്ന പ്രപ്പോസലുകൾ ജനങ്ങൾക്ക് പരിസ്ഥിതി സൗഹൃദമായ പ്രപ്പോസലുകൾ ബെർളന്റെ അടുത്ത് നിന്ന് കൊണ്ടുവരാനും അത് ഏറ്റെടുത്ത് ഇച്ഛാശക്തിയോട് ഗവൺമെന്റ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ഒരു MLA ഞങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് എനിക്ക് ഇതിൽ ദുഃഖകരമായ സത്യം. ഏറ്റവും ഒടുവിൽ ബിർളയുമായി സഹകരിച്ചുള്ള ഇൻഡസ്ട്രിയൽ പാർക്കാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനായി സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചെങ്കിലും എല്ലാം ഇപ്പോഴും കടലാസിൽ ഉറങ്ങുന്നു. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യ സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. നവാഗതനായ അജിത് പൂജപ്പുര സംവിധാനം ചെയ്യുന്ന അങ്ങനെ തന്നെ നേതാവെ 5 പിന്നാലെ എന്ന സിനിമയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി മുകേഷ് രാഷ്ട്രീയക്കാരനായി എത്തുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ഇവിടെ വന്ന് എന്റെ ചോറ് കൊണ്ടിട്ട് എന്റെ നേരെ ഇറങ്ങിക്കൊള്ള ഈ നിമിഷം അതിന് തന്നെയാണോ വന്നത്? പെരുമാളുടെ നല്ല മനസ്സറിയാൻ ഞാൻ വൈകിപ്പോയി. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ ശരീരത്തിൽ പിടിച്ച പുതുവൽ തറവാട്ടിലെ അഴുക്കുകളെല്ലാം തട്ടിക്കളഞ്ഞിട്ട് രാഷ്ട്രീയമില്ലാത്ത ഒരു ഗ്രാമത്തിലേക്ക് രാഷ്ട്രീയം എത്തുമ്പോൾ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് അങ്ങനെ തന്നെ നേതാവി 5 പിന്നാലെ എന്ന സിനിമ പറയുന്നത്. രാഷ്ട്രീയമില്ലാത്ത പെരുമാൾ ദേശത്തേക്ക് രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പാലാ തങ്കച്ചൻ എന്ന കഥാപാത്രത്തെയാണ് മുകേഷ് അവതരിപ്പിക്കുന്നത്. നവാഗതനായ അജിത് പൂജപ്പുരയാണ് സിനിമയുടെ സംവിധായകൻ. രാഷ്ട്രീയം ആക്ഷേപഹാസ്യത്തിലൂടെ പറയുകയാണ് തന്റെ സിനിമയെന്ന് അജിത്ത് പറഞ്ഞു. രാഷ്ട്രീയം ആക്ഷേപഹാസ്യത്തിലൂടെ പറയാൻ ആണ് ഞാൻ ഇപ്പോൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരളം രാഷ്ട്രീയ ചൂട് നിൽക്കുമ്പോൾ എല്ലായിടവും രാഷ്ട്രീയമാണ് ഇപ്പോൾ നിൽക്കുന്ന വിഷയം. അങ്ങനെ നിൽക്കുമ്പോൾ രാഷ്ട്രീയം ഇല്ലാത്ത ഒരു ഗ്രാമത്തിലേക്ക് രാഷ്ട്രീയം കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളിലൂടെ ആണ് ഈ കഥ വികസിക്കുന്നത്. രാഷ്ട്രീയ സിനിമയാണെങ്കിലും രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സിനിമയിലെ നായകനായ നരേന്റെ പ്രതികരണം ഇങ്ങനെ: അത് നിങ്ങൾ ഡയറക്ടർ എടുത്ത് ചോദിക്കുകയായിരിക്കുന്നത്. ആ വക നമ്പറുകളൊന്നും നമ്മൾ പറയുന്നതല്ല. ഗ്രീൻലാൻഡ് പ്രൊഫഷണൽ ബാനറിൽ സുരേഷ് നായർ നിർമ്മിക്കുന്ന ചിത്രത്തിൽ മീരാനന്ദൻ, സായികുമാർ, രഞ്ജി പണിക്കർ തുടങ്ങിയവരാണ് അഭിനയിച്ചിട്ടുള്ളത്. റിപ്പോർട്ടർ, കോട്ടയം. പരിസ്ഥിതിയെ വിറ്റ് കാശാക്കുന്ന സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാരെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സുഗതകുമാരി ടീച്ചറെ കൂട്ടുപിടിച്ചാണ് കോടിയേരി ഇത് സ്ഥാപിച്ചെടുക്കുന്നത്. കോടിയേരിയുടെ വാക്കുകളാണ് ഇന്നത്തെ ഉച്ചഭാഷണി. ഈ സർക്കാർ ഇനിയും ഈ കേരളം ഭരിച്ചാൽ അവശേഷിക്കുന്ന ഭൂമി ഇല്ലാതാവും. അതാണ് സുഗതകുമാരി ടീച്ചർ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അവർ ചോദിച്ചു, ഇവർ ഇനിയും തുടർന്നാൽ ഇനി വയൽ ബാക്കിയുണ്ടാകുമോ, കാടും മലയും ബാക്കിയുണ്ടാകുമോ എന്ന് സുഗതകുമാരി ടീച്ചർ ചോദിച്ചു. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ്
ഈ മെയ് മാസം 16-ാം തീയതി കേരളത്തിലെ ജനങ്ങൾ നൽകാൻ പോകുന്നത്. അവശേഷിക്കുന്ന പ്രകൃതി സമ്പത്ത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഈ UDF സർക്കാർ അധികാരത്തിൽ പോകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇത്തവണ ജനവിധി തേടുന്നവരിൽ ഒരു ഡോക്ടറുമുണ്ട്. ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്ന INL സ്ഥാനാർത്ഥി ഡോക്ടർ അമീൻ. ഔദ്യോഗിക തിരക്ക് മാറ്റിവെച്ച് പ്രചാരണ തിരക്കിലാണ് ഇപ്പോൾ ഡോക്ടർ അമീൻ. ജയമുറപ്പിച്ച് വോട്ട് തേടിയുള്ള യാത്രയിലാണ് കാസർഗോഡ് മണ്ഡലത്തിലെ INL സ്ഥാനാർത്ഥിയായ ഡോക്ടർ. തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇത് ആദ്യം. UDFന്റെ കോട്ടയായ കാസർഗോഡ് മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കുമെന്ന് അദ്ദേഹം പറയുന്നു. കുത്തകയെന്ന് ആർക്കും കുത്തയുള്ള മണ്ഡലമല്ലത്. പണ്ടും ഇടതുപക്ഷം ജയിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വോട്ടർമാർ വിചാരിച്ചു ആരെങ്കിലും ജയിച്ചു പോട്ടെ, പഴയ ഒരു സമര വികാരങ്ങളൊന്നും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെ തീർച്ചയായിട്ടും LDFന്റെ കുത്തയായി മാറുന്ന ഒരു മണ്ഡലമാണ്. എല്ലാ രീതിയിലും LDFന്റെ കുത്തയാക്കേണ്ട മണ്ഡലമാണ്. കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളിലും 3ാം സ്ഥാനത്താണ് മണ്ഡലത്തിൽ ഇടതുമുന്നണി. അമീനിലൂടെ സ്ഥിതി മാറ്റാനാകുമെന്ന പ്രതീക്ഷയാണ് INL നേതൃത്വത്തിനുള്ളത്. 3.5 പതിറ്റാണ്ട് കാലത്തിലേറെയായി മുസ്ലിം ലീഗ് ഭരിച്ച മണ്ഡലത്തിൽ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ശക്തമായ പ്രചരണ രംഗത്താണ് ഇടതുമുന്നണി. കാസർഗോഡ് ജില്ലക്കാരനല്ലെങ്കിലും CPMന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഡോക്ടർ അമീനു വേണ്ടി സജീവമായി രംഗത്തുണ്ട്. റിപ്പോർട്ടർ, കാസർഗോഡ്. എറണാകുളം ജില്ലയിലെ പിറവം മണ്ഡലത്തിൽ നടക്കുന്നത് കനത്ത പോരാട്ടമാണെന്ന് വിലയിരുത്തൽ. UDFനെയും LDFനെയും ഒരുപോലെ പിന്തുണച്ചിട്ടുള്ള മണ്ഡലത്തിൽ ഇരുകൂട്ടരും കടുത്ത അവകാശവാദത്തിലാണ്. മന്ത്രി എന്ന നിലയിൽ ചെയ്ത വികസന പ്രവർത്തനം മുൻനിർത്തി അനൂപ് ജേക്കബ് 2ാം അംഗത്തിനിറങ്ങുമ്പോൾ എതിരാളി MJ ജേക്കബിൻ്റേത് മണ്ഡലത്തിലെ 4ാമത്തെ മത്സരമാണ്. എറണാകുളം, കോട്ടയം ജില്ലകളുടെ അതിർത്തി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നതാണ് പിറവം നിയമസഭാ മണ്ഡലം. പിറവം, കൂത്താട്ടുകുളം എന്നീ 2 നഗരസഭകളും ആമ്പല്ലൂർ, എടക്കാട്ടുവയൽ, ചോട്ടാനിക്കര, മുളന്തുരുത്തി, തിരുവാങ്കുളം, മണീട്, രാമമംഗലം, പാമ്പാക്കുട, തിരുമാറാടി, ഇലഞ്ഞി എന്നീ പഞ്ചായത്തുകളും ചേരുന്നതാണ് മണ്ഡലം. കൂടുതൽ തവണ UDFനെ പിന്തുണച്ച മണ്ഡലം എന്ന നിലയിൽ സുരക്ഷിത മണ്ഡലങ്ങളിലൊന്നായി UDF വിലയിരുത്തുന്ന മണ്ഡലം കൂടിയാണ് പിറവം. എന്നാൽ പലപ്പോഴും ഇടത്തേക്ക് ചാഞ്ഞ ചരിത്രം കൂടി പിറവത്തിനുണ്ടെന്ന് LDFും ചൂണ്ടിക്കാട്ടുന്നു. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് വിജയത്തിനിടയാക്കുമെന്ന നിലപാടിലാണ് മന്ത്രി അനൂപ് ജേക്കബ്. നിയോജകമണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കഴിഞ്ഞ 3.25 വർഷം, എനിക്ക് കിട്ടിയ 3.25 വർഷം അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്നാൽ സംസ്ഥാനമൊട്ടാകെ ആഞ്ഞടിക്കുന്ന ഭരണവിരുദ്ധ തരംഗവും പിറവത്തെ വികസന മുരടിപ്പും LDFനെ പിന്തുണയ്ക്കുമെന്ന് MJ ജേക്കബ് പറഞ്ഞു. കേരളത്തിലാകെ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണ്. പ്രത്യേകിച്ച് പിറവം നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ, നാടിൻ്റെ നാളെ കണ്ടുകൊണ്ടുള്ള വികസനവും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ അതൊക്കെ ഉണ്ട്. സാമുദായിക സമവാക്യങ്ങൾ നിർണായകമായ മണ്ഡലത്തിൽ NDAക്കായി പോരാട്ടത്തിനിറങ്ങുന്നത് BDJSന്റെ CP സത്യനാണ്. റിപ്പോർട്ടർ, കൊച്ചി. ഇനി ചരിത്രപഥം. 1980 അധികാരത്തിൽ വന്ന ഇടതുമുന്നണി സർക്കാർ കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം മെച്ചപ്പെടുത്താൻ ഏറെ ശ്രമങ്ങൾ നടത്തി. ഭക്ഷ്യമന്ത്രിയായിരുന്ന E. ചന്ദ്രശേഖരൻ നായരാണ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. 1980 നയനാർ മന്ത്രിസഭയിലാണ് E. ചന്ദ്രശേഖരൻ നായർ ആദ്യമായി അംഗമാകുന്നത്. കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തിൽ നിർണായക ചുവടുവയ്പ്പാണ് ആ സർക്കാർ നടത്തിയത്. അക്കാലത്തെ E. ചന്ദ്രശേഖരൻ നായർ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. 1980 മന്ത്രിയാകുമ്പോൾ എനിക്ക് ഒരു പരിചയമില്ലാത്ത വകുപ്പാണ് എനിക്ക് കിട്ടിയത്, പൊതുവിതരണം. അതിൽ അന്ന് അത് ഓണച്ചന്തകൾ, മാവേലി സ്റ്റോറുകൾ, ഇതൊക്കെ ഇന്ന് ഓർക്കുന്ന കാര്യങ്ങളാണ്. ഐക്യമുന്നണി സർക്കാരിനെ നയിക്കാൻ നയനാർക്ക് നയപരമായ കഴിവുണ്ടായിരുന്നതായി E. ചന്ദ്രശേഖരൻ നായർ പറയുന്നു. ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമായിരുന്നു അക്കാലത്തെ സർക്കാരിൻ്റേത്. നയനാർ ക്യാബിനറ്റ് കഴിഞ്ഞ് പ്രസ് കോൺഫറൻസിന് പോകുമ്പോൾ ഞാൻ നിർബന്ധമായിട്ട് വേണമായിരുന്നു, ഞാനും ബേബിയാണ്. അങ്ങനെ ഞങ്ങൾ വലിയ വിശ്വാസമായിരുന്നു. പിന്നെ അങ്ങനെ ഒരു നേട്ടം എന്ന് പറയുന്നത് ഒരു ഐക്യമുന്നണി മന്ത്രിസഭയെ കൊണ്ടുപോകാൻ അവർക്ക് പറ്റി. 1996, 2001 കാലഘട്ടത്തിലും LDF സർക്കാരിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു E. ചന്ദ്രശേഖരൻ നായർ. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. പ്രധാന തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഒരിക്കൽ കൂടി. ഉരുക്കിനെ വെല്ലും ഉൾക്കരുത്. മലബാർ TMT 500D സ്റ്റീം ബാർസ്.
എറണാകുളം ജില്ലയിൽ പോളിംഗ് ശതമാനം ഉയർത്താൻ ഊർജിത നീക്കം. വോട്ടർമാർക്ക് ജില്ലാ കളക്ടർ സ്വന്തം കൈപ്പടയിൽ കത്തയക്കുന്നു. ഹൈടെക് പ്രചാരണവും സജീവം. ഉമ്മൻചാണ്ടി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കോടിയേരി ബാലകൃഷ്ണൻ. കഴിഞ്ഞ 5 വർഷവും കേരളം ഭരിച്ചത് കള്ളന്മാർ. വിലക്കയറ്റം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും കോടിയേരി. എറണാകുളം ജില്ലയിലെ പിറവം മണ്ഡലത്തിൽ പോരാട്ടം കനത്തു. 2ാം ജയം ലക്ഷ്യമിട്ട് അനൂപ് ജേക്കബ്. പ്രാദേശിക പിന്തുണ കരുത്താകുമെന്ന് MJ ജേക്കബ്. കുന്നംകുളം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയമായി മാവൂർ റയോൺസ്. വികസനം കൊണ്ടുവരുന്നതിൽ സിറ്റിംഗ് MLA പരാജയമെന്ന് LDF. വോട്ട് പരിസ്ഥിതി സൗഹൃദ വികസനം ഉറപ്പുവരുത്തുന്നവർക്കെന്ന് നാട്ടുകാർ. ഭക്ഷണോട്ടം പൂർത്തിയാവുകയാണ്.